പ്രേക്ഷകരെ, LDF സർക്കാരിന്റെ കാലത്തെ PSC നിയമനങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിക്കാനിരിക്കെ 642 റാങ്ക് ലിസ്റ്റുകളിലെ ഉത്തരക്കടലാസുകൾ PSC നശിപ്പിക്കുന്നു. 2023 ജനുവരി മുതൽ ഡിസംബർ 31 വരെ പുറത്തിറക്കിയ റാങ്ക് ലിസ്റ്റുകളിലെ ഉത്തരക്കടലാസുകളാണ് ഇത്തരത്തിൽ നശിപ്പിക്കുന്നത്. നിയമപ്രകാരമുള്ള നടപടി മാത്രമെന്നാണ് PSC വിശദീകരണം. അനുരു അശോകൻ വിവരങ്ങളുമായി ചേർന്നു. അനുരു, PSCയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകളും അവിടെ നടക്കുന്ന കാര്യങ്ങളും അന്വേഷണങ്ങൾ അട്ടിമറിക്കുന്നതുമൊക്കെയും വലിയ വാർത്തയാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോഴത്തെ PSCയുടെ പുതിയ നീക്കവും. എന്താണ് വിശദീകരണം? സേതു, 2023 PSC പുറത്തിറക്കിയ റാങ്ക് ലിസ്റ്റുകളിൽ 642 റാങ്ക് ലിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റുകളിലെ ഉത്തരക്കടലാസുകളാണ് ഇപ്പോൾ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് PSC ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയത്. അതായത് 2023 ജനുവരി 1 മുതൽ 2023 ഡിസംബർ വരെയുള്ള കാലയളവിലുള്ള ഈ റാങ്ക് ലിസ്റ്റുകളാണ്. അതിൽ PSC പ്രധാനമായും പറയുന്നത് ഇതിൽ തുടർ നടപടികളോ അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളോ ഒന്നും ഇല്ലാത്ത റാങ്ക് ലിസ്റ്റുകളാണ് നശിപ്പിക്കുന്നത്. ഇത് ചട്ടപ്രകാരമുള്ള നടപടി എന്ന നിലപാടാണ് PSCയുടേത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന മുൻ സർക്കാരിൻ്റെ കാലത്തെ 10 വർഷത്തെ നിയമനങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ മന്ത്രി OJ ജനീഷും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ അടക്കമുള്ളവർ വിജിലൻസിനും സർക്കാരിനും പരാതി നൽകുമ്പോഴാണ് ഇത്തരത്തിലൊരു സർക്കാർ ഒരു അന്വേഷണം ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അടിയന്തരമായി ഈ 2023 റാങ്ക് ലിസ്റ്റുകൾ തിരഞ്ഞുപിടിച്ച് റദ്ദാക്കാൻ PSC തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റുകളുണ്ട്, സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ വനിതാ പോലീസ് ബറ്റാലിയനിലെ നിയമനങ്ങളുണ്ട്, കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ നിയമനങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ PSC പറയുന്നത് ഇത് ചട്ടപ്രകാരമുള്ള നടപടിയാണ്. ഇത് മുൻപും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സർക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ചൂണ്ടിക്കാട്ടി